നമസ്കാരം. പീഡനക്കേസിൽ നിന്ന് എങ്ങനെ തലയൂരുമെന്ന് ബിനോയും കുടുംബവും തലപുകഞ്ഞ് ആലോചിക്കുമ്പോൾ പുറത്തുവരുന്ന തെളിവുകളെല്ലാം കുരുക്കിലാക്കുന്നത്. ബിനോയുടെ കുട്ടിയാണെന്ന് യുവതി അവകാശപ്പെടുന്ന കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതും ബിനോയുടെ പേര് തന്നെയാണ്. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം നൽകിയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലാണ് അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ബിനോയ് വിനോദിനി ബാലകൃഷ്ണൻ അഥവാ ബിനോയ് വി ബാലകൃഷ്ണൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2010 ജൂലൈ 22-നാണ് യുവതി ആൺകുട്ടിക്ക് ജന്മം നൽകുന്നത്. ആ സമയത്ത് അന്ധേരി വെസ്റ്റിലെ സ്വാതി അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റ് നമ്പർ 401-ലായിരുന്നു താമസിച്ചിരുന്നത്. ബിനോയുടെ സ്ഥിരം വിലാസവും ഇത് തന്നെയാണെന്നാണ് ഔദ്യോഗിക രേഖകളിൽ പോലും വ്യക്തമാക്കുന്നത്. 2010 നവംബർ 7-നാണ് ജനന സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. യുവതിയുടെ പാസ്പോർട്ടിലും ICICI ബാങ്കിലെ അക്കൗണ്ട് രേഖകളിലുമെല്ലാം ഭർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് ബിനോയ് വിനോദിനി ബാലകൃഷ്ണൻ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുംബൈയിലെ മലാഡിൽ നിന്നായിരുന്നു പാസ്പോർട്ട് എടുത്തിരുന്നത്. പാസ്പോർട്ടുകളുടെ പകർപ്പിനൊപ്പമായിരുന്നു ബീഹാർ സ്വദേശിയായ യുവതി മുംബൈ ഓഷിവാര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. വിവാഹ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ നൽകിയാൽ മാത്രമേ ഇത്തരത്തിൽ പാസ്പോർട്ടിൽ ഭർത്താവിന്റെ പേര് ചേർക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായി ബിനോയ് ബാർ ഡാൻസറെ വിവാഹം ചെയ്തിരുന്നുവെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. 2014 പുതുക്കിയ പാസ്പോർട്ടിലാണ് ബിനോയുടെ പേരുള്ളത്. 2004 പാസ്പോർട്ടിന്റെ കാലാവധി തീർന്ന് പുതുക്കിയപ്പോഴായിരുന്നു ബിനോയുടെ പേരും ചേർത്തത്. പുതുക്കിയ പാസ്പോർട്ടിൽ ആദ്യ പേരായി പരാതിക്കാരിയുടെയും രണ്ടാം പേരായി ഭർത്താവ് ബിനോയ് വിനോദിനി ബാലകൃഷ്ണന്റെ പേരുമാണ് ചേർത്തിരിക്കുന്നത്. എന്നാൽ 2004 എടുത്ത പാസ്പോർട്ടിൽ യുവതിയുടെ പേരിനൊപ്പം മാതാപിതാക്കളുടെ വിവരങ്ങളായിരുന്നു. ഇതാണ് പിന്നീട് മാറ്റി ഭർത്താവിന്റെ വിവരങ്ങൾ ചേർത്തത്. പാസ്പോർട്ട് നമ്പർ പരിശോധിച്ച് കൃത്രിമം ഒന്നും നടന്നിട്ടില്ല എന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാസ്പോർട്ട് നിലനിൽക്കുന്നതാണെന്ന് തെളിഞ്ഞതോടെയാണ് ഇത് പ്രധാന തെളിവായി സ്വീകരിച്ച് ഓഷിവാര പോലീസ് അന്വേഷണം തുടരുന്നത്. ബിനോയുടേതെന്ന് അവകാശപ്പെടുന്ന കുട്ടിയുടെ പാസ്പോർട്ട് രേഖകളിലും കുട്ടിയുടെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ബിനോയ് വിനോദിനി ബാലകൃഷ്ണൻ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ യുവതി ഒരു ചാനലിനോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എല്ലാം സർക്കാർ അംഗീകൃത രേഖകളായതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ കൈയൊഴിയുക അത്ര പെട്ടെന്ന് നടക്കില്ലെന്ന് ചുരുക്കം. അല്ലെങ്കിൽ പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ കോടിയേരിയുടെയും കുടുംബത്തിന്റെയും പേരിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കരുതുകൂട്ടിയുള്ള ആസൂത്രണ ശ്രമം അല്ലെങ്കിൽ ഒരു പീഡന കേസാണ് എന്ന് വരുത്തി തീർക്കാൻ ബിനോയുടെ അഭിഭാഷകന് കഴിയണം. ഏറ്റവും ശ്രദ്ധേയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ എത്തിയപ്പോൾ പോലും 2009 മുതൽ 2015 വരെ ബിനോയ്ക്കൊപ്പം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചെന്ന് യുവതി പറയുമ്പോൾ എങ്ങനെയാണ് ബലാത്സംഗ കുറ്റം നിലനിൽക്കുക എന്ന് പ്രതിഭാഗം പോലും ചോദിക്കുന്നു എന്നതാണ്. ബലാത്സംഗ കുറ്റം ഒതുക്കി തീർക്കാൻ മാത്രമാണ് ബിനോയുടെ അഭിഭാഷകന്റെ പ്രധാന ശ്രമം. അതേസമയം 8 വയസ്സുള്ള കുഞ്ഞിന്റെ അച്ഛൻ താനല്ല എന്ന് തെളിയിക്കാൻ ഒറ്റ DNA മതി. എന്നാൽ DNA ഒക്കെ എന്തിനാണെന്ന് നിരപരാധി എന്ന് തെളിയിക്കാൻ വെമ്പുന്ന ബിനോയ് പോലും ചോദിക്കുന്നു എന്നതും വസ്തുതയാണ്.